നമസ്കാരം. അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്ത ഇന്ത്യക്കാർക്ക് അത്ര സുഖമുള്ളതല്ല. അമേരിക്കൻ IT വിപണിയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് കനത്ത തിരിച്ചടി നേരിടുകയാണ്. കഴിഞ്ഞ ദശാബ്ദത്തിൽ 70% കുറവ് രേഖപ്പെടുത്തിയ H1B വിസകളുടെ എണ്ണം ഇന്ത്യൻ ടെക് മേഖലയിൽ വലിയ ആശങ്കയുണർത്തുന്നതാണ്. അമേരിക്കൻ പൗരന്മാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുവെന്ന മാഗ വിഭാഗത്തിന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ ശക്തിപ്പെടുന്നതിനിടെ വിസ അനുവദിക്കുന്നതിലുള്ള സൂക്ഷ്മ പരിശോധനയും നിയന്ത്രണങ്ങളും ഇന്ത്യൻ കമ്പനികളുടെ വളർച്ചാ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. TCS, എൻഫോസിസ് തുടങ്ങിയ വമ്പൻ കമ്പനികൾക്ക് പോലും വിസ ലഭ്യതയിലും നിലവിലുള്ള ജീവനക്കാരുടെ വിസ നീട്ടുന്നതിലുമൊക്കെ തിരിച്ചടി നേരിടുമ്പോൾ ഈ പ്രതിസന്ധി ഇന്ത്യൻ IT ലോകത്ത് എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതാണ് പ്രധാന ചോദ്യം. അമേരിക്കയിലെ ഇന്ത്യൻ IT കമ്പനികൾക്ക് H1B വിസ ലഭിക്കുന്നത് കുറയുന്നു. 2025 സാമ്പത്തിക വർഷം ഇന്ത്യൻ കമ്പനികൾക്ക് ലഭിച്ച H1B വിസകളുടെ എണ്ണത്തിൽ വലിയ ഇടിവാണുണ്ടായത്. ഏറ്റവും കൂടുതൽ H1B വിസകൾ നേടിയ കമ്പനികളുടെ പട്ടികയിൽ ആദ്യ 5-ൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അഥവാ TCS മാത്രമാണ് ഏക ഇന്ത്യൻ കമ്പനി. എന്നാൽ വിസ നീട്ടുന്നതിനായി സമർപ്പിച്ച അപേക്ഷകൾ മേലുള്ള അംഗീകാര നിരക്ക് അഥവാ വിസ എക്സ്റ്റൻഷൻ അപ്രൂവൽ റേറ്റ് TCSന് അനുകൂലമല്ല എന്നൊരു കാര്യവും കൂടിയുണ്ട്. നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ പോളിസി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025 സാമ്പത്തിക വർഷം 7 പ്രമുഖ ഇന്ത്യൻ IT കമ്പനികൾക്ക് 4573 H1B വിസകൾ മാത്രമാണ് ലഭിച്ചത്. ഇത് 2015നെ അപേക്ഷിച്ച് 70% കുറവാണ്. 2024നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 37%. കൂടുതൽ H1B വിസ ലഭിക്കുന്നതിനും നിലവിലുള്ള H1B വിസകൾ നീട്ടി നൽകുന്നതിനോ അല്ലെങ്കിൽ പുതുക്കുന്നതിനോ സമർപ്പിച്ച അപേക്ഷകളിൽ കാലതാമസം നേരിടുന്നതുമൊക്കെ ഈ മേഖലയിലുള്ളവർക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഇതിനു പുറമെ TCSന്റെ വിസ എക്സ്റ്റൻഷൻ റിജക്ഷൻ റേറ്റ് 7% ഉയർന്നു. 2024 ഇത് 4% ആയിരുന്നു. ഈ വർഷം TCS വിസ നീട്ടി നൽകുന്നതിനായി സമർപ്പിച്ച 5293 അപേക്ഷകൾക്ക് അംഗീകാരം നേടി. പുതിയ 846 വിസകൾക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇത് 2024 1452, 2023 1174 ആയിരുന്നു. ഈ വർഷം TCSന്റെ പുതിയ H1B വിസയുടെ അപേക്ഷയുടെ റിജക്ഷൻ റേറ്റ് 2%. അതേസമയം കൂടുതൽ വിസകൾ ലഭിച്ച ആദ്യ 4 കമ്പനികൾ ആമസോൺ, മെറ്റ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ എന്നിവയാണ്. കൂടുതൽ വിസകൾ ലഭിച്ച ആദ്യ 25 കമ്പനികളുടെ പട്ടികയിൽ 3 ഇന്ത്യൻ ആസ്ഥാനമായുള്ള കമ്പനികൾ മാത്രമാണുള്ളത്. 2025 സാമ്പത്തിക വർഷത്തിൽ പുതിയ വിസകളുടെ റിജക്ഷൻ റേറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കുറവ് വിസ റിജക്ഷൻ റേറ്റുള്ള കമ്പനി TCS ആണ്. 2% റിജക്ഷൻ റേറ്റ്. HCL അമേരിക്കയ്ക്ക് 6%, LT ഇൻഡസ്ട്രിക്ക് 5% റേറ്റ്. അതേസമയം നിലവിലുള്ള ജീവനക്കാരുടെ H1B വിസ പുതുക്കി നൽകുന്നതിലാണ് കമ്പനികൾ കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ ലേബർ സർട്ടിഫിക്കേഷൻ അംഗീകാരം കഴിഞ്ഞ 4 വർഷവും കുറഞ്ഞ തോതിൽ നിൽക്കുകയാണ്. എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നതിന് മുന്നോടിയായുള്ള ഘട്ടമാണ് ലേബർ സർട്ടിഫിക്കേഷൻ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്കുള്ള ലേബർ സർട്ടിഫിക്കേഷൻ 2022-ൽ 40,378 ആയിരുന്നു. 2025-ലെ 3-ാം പാദത്തിൽ ഇത് 23,922 കുറഞ്ഞു. H1B വിസ പ്രോഗ്രാമിന്മേൽ സൂക്ഷ്മ പരിശോധന കടുപ്പിച്ചതാകാം ഇതിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. H1B വിസ അമേരിക്കൻ പൗരന്മാരുടെ തൊഴിൽ കവരുന്നുവെന്ന ആരോപണം അമേരിക്കയിലെ മാഗ വിഭാഗം അഥവാ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ എന്ന വിഭാഗക്കാർക്കിടയിൽ ശക്തമാണ്. അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ ശമ്പളം നൽകുന്നത് ഒഴിവാക്കാനായി കമ്പനികൾ H1B വിസയിൽ ജീവനക്കാരെ നിയമിക്കുന്നു എന്നതാണ് അവരുടെ പ്രധാന ആരോപണം. 2024 സാമ്പത്തിക വർഷം കമ്പ്യൂട്ടർ സംബന്ധമായ ജോലി ചെയ്യുന്ന H1B വിസ ജീവനക്കാരന്റെ ശരാശരി വാർഷിക ശമ്പളം $136,000 ആയിരുന്നു എന്നതാണ് റിപ്പോർട്ട്. അതായത് H1B വിസ പ്രോഗ്രാമിലൂടെയുള്ള നിയമനങ്ങൾ കുറഞ്ഞ ചെലവിലുള്ള നിയമനങ്ങൾ അല്ലെന്ന് വ്യക്തം. വിസകളുടെ എണ്ണത്തിലെ ഈ കുറവും ഗ്രീൻ കാർഡിലെ തടസ്സങ്ങളുമെല്ലാം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ തൊഴിൽ സുരക്ഷിതത്വത്തിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കമ്പ്യൂട്ടർ സംബന്ധമായ ജോലികൾ ചെയ്യുന്ന H1B ജീവനക്കാരുടെ ശരാശരി വാർഷിക ശമ്പളം 1,30,000 ആണെന്ന കണക്ക് കുറഞ്ഞ വേതനത്തിൽ വിദേശ ജീവനക്കാരെ നിയമിക്കുന്നുവെന്ന രാഷ്ട്രീയ ആരോപണങ്ങളെ തള്ളിക്കളയുന്നുണ്ടെങ്കിലും നിയന്ത്രണങ്ങൾക്ക് അയവ് വരാൻ സാധ്യതയില്ല. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഈ മാറ്റങ്ങൾ ഇന്ത്യൻ IT വ്യവസായത്തിന് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള നിർബന്ധിത മുന്നറിയിപ്പാണ് നൽകുന്നത്. അതായത് അമേരിക്ക എന്ന രാജ്യത്തിന് ബദലായി ഇന്ത്യക്കാർ മറ്റൊരു രാജ്യം കണ്ടുവെച്ചേ മതിയാവൂ. അതല്ലെങ്കിൽ മറ്റു വഴികൾ തേടുക. സ്വന്തം രാജ്യത്ത് തന്നെ പുതിയ ടെക്നോളജിയും മറ്റുമെല്ലാം ഉപയോഗിച്ച് അമേരിക്കയേക്കാൾ മികച്ച സാധ്യത ഉണ്ടാക്കിയെടുക്കണമെന്ന് ചുരുക്കം. എന്തായാലും അമേരിക്കൻ വിപണിയിലെ വളർച്ചാ സാധ്യതകൾ കുറയുമ്പോൾ തദ്ദേശീയമായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും മറ്റു വിദേശ വിപണികളിലേക്ക് ശ്രദ്ധ തിരിക്കാനും ഇന്ത്യൻ IT കമ്പനികൾ നിർബന്ധിതരാകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്.